ജീവിതത്തിലെന്നും സന്തോഷം നിറഞ്ഞു നിൽക്കുവാൻ എന്തു ചെയ്യണം? എന്നും ആശ്വാസവും ആനന്ദവും ഹൃദയത്തിലിങ്ങനെ നിറഞ്ഞു നിൽക്കണമെങ്കിൽ നാം എന്തു ചെയ്യണം? നമ്മുടെ ജീവിതത്തിൽ അസ്വസ്ഥതകൾ തരുന്ന കാര്യങ്ങളും സന്തോഷമില്ലായ്മയുമൊക്കെ കൊണ്ടുവരുന്ന സംഗതികളും മാറ്റി ബാക്കി വരുന്ന കാര്യങ്ങൾ പരിപോഷിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായും എന്നും യഥാർത്ഥ സന്തോഷവും ആനന്ദവും ജീവിതത്തിൽ അനുഭവിക്കാനാകും. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ യേശു 3 നുറുങ്ങുകഥകൾ വിവരിക്കുന്നുണ്ട്. നിധി കണ്ടെത്തിയവൻ്റേതും മുത്ത് രത്നം കണ്ടെത്തിയവൻ്റേതും വലയിൽ ധാരാളം മത്സ്യം ലഭിച്ച ഒരു മനുഷ്യൻ്റേതുമായിട്ടുള്ള 3 ഉപമകൾ. നിധി കണ്ടെത്തിയ മനുഷ്യൻ ആ അനർഘമായ നിധി സ്വന്തമാക്കുവാൻ വേണ്ടി അയാൾക്ക് ഉള്ള എല്ലാം വിറ്റ് ഈ ഒരു നിധി അയാൾ വാങ്ങിക്കുന്നു. രത്നവ്യാപാരി അതിവിശിഷ്ടമായ ഒരു രത്നം കണ്ടുപിടിക്കുമ്പോൾ ആ മനുഷ്യൻ ചെന്ന് തനിക്കുള്ളതെല്ലാം വിറ്റ് ഈ അമൂല്യ രത്നം സ്വന്തമാക്കുന്നു. മത്സ്യം പിടിക്കുന്ന ആ മനുഷ്യൻ ആഴത്തിൽ വലയെറിഞ്ഞ് വല വലിച്ചു കയറ്റിയപ്പോൾ ഒത്തിരിയധികം മത്സ്യം തൻ്റെ വലയിൽ കുടുങ്ങിയ ചാകര അനുഭവമുണ്ടായപ്പോൾ അയാൾ വല വലിച്ചു കയറ്റി അതിലെ മോശം മത്സ്യമെല്ലാം തിരിഞ്ഞ് ഉപേക്ഷിച്ച് നല്ല മത്സ്യം മാത്രം സംഭരിക്കുന്നു. ഇങ്ങനെ ഈ കൃഷിക്കാരനെ പോലെ നിധി കണ്ടെത്തിയ മനുഷ്യൻ മറ്റെല്ലാം ഉപേക്ഷിച്ച് ആ വയൽ സ്വന്തമാക്കുന്നത് പോലെ അനർഘമായ രത്നം കണ്ടുപിടിച്ച രത്നവ്യാപാരി മറ്റെല്ലാം ഉപേക്ഷിച്ച് ഈ അമൂല്യ രത്നം സ്വന്തമാക്കുന്നത് പോലെ നല്ല മത്സ്യങ്ങൾ മാത്രം സ്വീകരിക്കുകയും മറ്റെല്ലാം ഉപേക്ഷിക്കുകയും ചെയ്യുന്നത് പോലെ നമ്മുടെയും ജീവിതത്തിൽ ഇങ്ങനെ അമൂല്യമായ ആനന്ദം നൽകുന്ന ആശ്വാസം തരുന്ന കാര്യങ്ങൾ മാത്രം സ്വീകരിക്കുകയും മറ്റെല്ലാം ഉപേക്ഷിക്കുകയും ചെയ്യുമ്പോൾ എന്ന് നമുക്ക് സന്തോഷത്തോടുകൂടെ ആനന്ദത്തോടുകൂടെ ചിരിച്ച് കളിച്ച് ജീവിക്കാനാകും. അല്ലെങ്കിലാണ് ഇങ്ങനെ അസ്വസ്ഥതകൾ, ജീവിതത്തിൽ ആവശ്യമില്ലാത്തവ എല്ലാം തിരസ്കരിക്കുകയും ആനന്ദവും ആശ്വാസവും അനുഗ്രഹവും തരുന്നവയെ നാം സ്വന്തമാക്കുകയും ചെയ്താൽ ജീവിതം എപ്പോഴും ഇങ്ങനെ പുഷ്പിച്ചു നിൽക്കും, അനുഗ്രഹപ്രദമായി തീരും. ഇതാണ് ഈ 3 കഥകൾ നമ്മോട് പറഞ്ഞു തരുന്ന വലിയ ഒരു പാഠം. വലിയ ഭാണ്ഡക്കെട്ടുകളുമായിട്ടാണ് പലരും ഇങ്ങനെ ജീവിതം നടക്കുക. ജീവിതഭാരം, വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വെറുപ്പും വൈരാഗ്യവും ഒക്കെ ഇങ്ങനെ ജീവിതത്തിൽ പേറിക്കൊണ്ട് ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് അങ്ങനെ നടക്കുമ്പോൾ ജീവിതത്തിൽ ഒരിക്കലും ആനന്ദം അനുഭവിക്കാനാവില്ല. ജീവിതമെന്നും അസ്വസ്ഥത നിറഞ്ഞതായി മാറും. വെറുപ്പിൻ്റെയും വൈരാഗ്യത്തിൻ്റെയും അധികാരമോഹത്തിൻ്റെയും ധനദാഹത്തിൻ്റെയും അതേപോലെ തന്നെ വ്യർത്ഥമായ വ്യാമോഹങ്ങളുടെയും എല്ലാം വലിയ ഭാണ്ഡക്കെട്ടുകൾ തലയിൽ താങ്ങി ചുമന്ന് ഇങ്ങനെ വീർത്തൊലിച്ച് കഷ്ടപ്പെട്ട് കഴിയുന്ന ഒത്തിരിയധികം പേരെ അനുദിനം നമുക്ക് കാണാനാകും. അതോടുകൂടെ ജീവിതത്തിലെപ്പോഴും ടെൻഷനായി, പ്രശ്നങ്ങളായി, ഹൈ പ്രഷറായി, ദഹിക്കുന്നില്ല,
എപ്പോഴും ഒരുതരം ദാഹം, ആകെ അസ്വസ്ഥത, പ്രതിസന്ധി, പ്രശ്നം. ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് ഞാൻ ഈ ഒരു രത്നവ്യാപാരിയെപ്പോലെ അമൂല്യമായ രത്നത്തിനു വേണ്ടി മറ്റെല്ലാം ഉപേക്ഷിക്കുക. അങ്ങനെ ആനന്ദം നൽകുന്ന അമൂല്യരത്നം എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. നിധി കണ്ടെത്തുന്ന മനുഷ്യൻ മറ്റെല്ലാം വിറ്റ് ഈ നിധി ഒളിഞ്ഞിരിക്കുന്ന വയൽ സ്വന്തമാക്കുക. അങ്ങനെ തനിക്ക് ജീവിതത്തിൽ ആനന്ദവും ആശ്വാസവും പകർന്നു തരുന്ന നിധി തൻ്റേതാക്കി മാറ്റുക. ആവശ്യമില്ലാത്തതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് നല്ല മത്സ്യങ്ങൾ, ജീവിതത്തെ അനുഗ്രഹമാക്കുന്ന കാര്യങ്ങൾ മാത്രം ജീവിതത്തിൽ സ്വന്തമാക്കുക. ഈശോ സഭയിൽപ്പെട്ട ഒരു വൈദികനെ എനിക്കറിയാം. അദ്ദേഹം തൻ്റെ മുറിയിൽ ആകെയുള്ളത് ഏതാനും പുസ്തകങ്ങളും ഒരു സൂട്ട് കേസിൽ മാത്രം കൊള്ളാവുന്ന വിധത്തിലുള്ള വസ്ത്രങ്ങളും. എല്ലാവരോടും സ്നേഹവും പ്രതിപത്തിയും, ആരോടും പകയോ പരിഭവമില്ലാതെ ജീവിക്കുന്ന ഒരു മനുഷ്യൻ. അങ്ങനെ ആ മനുഷ്യന്, ആ അച്ഛന് ജീവിതം വളരെ പ്രസരിപ്പോടും സന്തോഷത്തോടും കൂടെ മുന്നോട്ട് കൊണ്ടുപോകാനാകുന്നു. എപ്പോഴും ലാളിത്യവും പ്രസരിപ്പും പ്രസന്നതയും കാത്തുസൂക്ഷിക്കാനാകുന്നു. ആവശ്യമില്ലാത്ത ഭാണ്ഡക്കെട്ടുകളൊന്നുമില്ല. വലിയ അഹംഭാവമോ മറ്റുള്ളവരെ ഇകഴ്ത്തി കാണിക്കുന്ന പറയുന്ന വിധത്തിലുള്ള പറച്ചിലോ എല്ലാം ഒഴിവാക്കി ജീവിക്കുമ്പോൾ എന്തൊരു സന്തോഷമാണ്. മറ്റ് ഭാണ്ഡക്കെട്ടുകളൊന്നും ചുമക്കാതെ ജീവിച്ചു പോകുമ്പോൾ ജീവിതം തന്നെ കൂടുതൽ ജീവിതവ്യമായി അനുഗ്രഹപ്രദമായി അനുഭവപ്പെടുന്നു. എനിക്കൊരു സന്ദേശം ലഭിച്ചിരുന്നു വാട്സപ്പിൽ. അതിപ്രകാരമാണ്: ഈഗോ ഈസ് 3-letter word which can destroy a big 12-letter word called relationship. ഈഗോ, അഹം എന്നതാണ്. ഈഗോ എന്ന ആ 3 വാക്കുകളുള്ള 3 അക്ഷരമുള്ള ഈ ഒരു വാക്ക് 12 അക്ഷരമുള്ള റിലേഷൻഷിപ്പ്, അതായത് പരസ്പര ബന്ധം, ആ വാക്ക്, റിലേഷൻഷിപ്പ് എന്ന വാക്ക് തകർക്കുന്നു. നമ്മുടെ ഈ മറ്റുള്ളവരുടെ മുൻപിൽ അഹങ്കാരത്തോടു കൂടെ ഉള്ള പെരുമാറ്റമാണ് അവരുമായുള്ള നമ്മുടെ ആത്മീയ ബന്ധം പലപ്പോഴും ഉലച്ചിൽ തട്ടുവാനുള്ള ഇടയാകുക. നമ്മുടെ ഊതിവീർപ്പിച്ച ഭാവം, ഒരു ഇൻഫ്ലേറ്റഡ് ഈഗോ, മറ്റുള്ളവർക്ക് അംഗീകരിക്കാനാവാത്ത വിധത്തിലുള്ള സ്വഭാവവും പ്രത്യേകതകളും സംസാരവും പലപ്പോഴും കൂടുതൽ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കൊണ്ടുവന്നു തരുന്നു. നമ്മുടെ ബന്ധങ്ങൾ തകർത്തു കളയുന്നു. ഞാൻ ഇടവകയിലെ ഭവന സന്ദർശനത്തിൻ്റെ ഇടയിൽ ഒരു അമ്മച്ചിയെ കണ്ടു. പ്രായമായി. അവർ ഒറ്റയ്ക്ക് ഒരു ചെറിയ ഭവനത്തിൽ താമസിക്കുന്നു. തൊട്ടടുത്ത് ഒരു മകനും കുടുംബവും താമസിക്കുന്നുണ്ടെങ്കിലും അവരുടെ ഭവനത്തിലേക്ക് കാര്യമായി സന്ദർശിക്കാറില്ല. അവരിൽ ആരെങ്കിലും തൻ്റെ ഭവനത്തിലേക്ക് വരുന്നതും അവർക്ക് വലിയ താല്പര്യമില്ല. അവർക്ക് ഒരു സ്വർണ്ണമാലയുണ്ട്, ചെറിയ 2 കമ്മലും ഒരു വള്ളി മോതിരവും. ആരെങ്കിലും തൻ്റെ ഭവനത്തിലേക്ക് വരുന്നത് ഇതെല്ലാം മോഷ്ടിക്കാനാണെന്നാണ് അവരുടെ ചിന്ത. അല്ലെങ്കിൽ വിധവാ പെൻഷനിൽ ലഭിച്ചിട്ടുള്ള ചെറിയ തുക, ഇത് തന്നിൽ നിന്ന് അപഹരിച്ചെടുക്കുവാൻ വേണ്ടിയാണ് അവർ തൻ്റെ ഭവനത്തിലേക്ക് വരുന്നത് എന്നാണ് അവരുടെ ചിന്ത. അങ്ങനെ ആരോടും ബന്ധമില്ലാതെ എല്ലാവരെയും സംശയിച്ചുകൊണ്ട് ജീവിക്കുന്നത് ഒരുപക്ഷെ പ്രായത്തിൻ്റെ പ്രയാസം കൊണ്ടാകാം, ഏതെങ്കിലുമുള്ള മാനസിക ബുദ്ധിമുട്ടും പിരിമുറുക്കവും കൊണ്ടാകാം. പക്ഷേ അങ്ങനെയുള്ള ജീവിതം ഒരിക്കലും അടിയുറച്ച ആത്മാർത്ഥതയോടുകൂടെ, ആനന്ദത്തോടുകൂടെ, ആശ്വാസത്തോടുകൂടെ ജീവിക്കാനാവില്ല. ദി ആർട്ട് ഓഫ് ലെറ്റിംഗ് ഗോ
എന്ന പ്രസിദ്ധമായ ഒരു പുസ്തകമുണ്ട്. നോട്ട്കർ വുൾഫ് എന്ന ഒരു ബെനഡിക്റ്റൈൻ സന്യാസി എഴുതിയ പുസ്തകം. അതിൻ്റെ ടൈറ്റിൽ ഫെയ്ത്ത് ക്യാൻ ഗീവ് അസ് വിങ്സ് എന്നാണ്. വിശ്വാസം നമുക്ക് ചിറകുകൾ പകർന്നു തരും എന്ന്. ദി ആർട്ട് ഓഫ് ലെറ്റിംഗ് ഗോ, അതായത് എല്ലാം ഇങ്ങനെ ഉപേക്ഷിക്കുവാൻ സാധിക്കുന്നതിൻ്റെ കല. പല കാര്യങ്ങളും ഇങ്ങനെ സ്വന്തമാക്കുന്നതിനേക്കാൾ കൂടുതലായി മറ്റുള്ളവർക്കായി വിട്ടുകൊടുക്കുവാൻ സാധിക്കുമോ, അതാണ് ചിന്ത. ഈ പുസ്തകം എഴുതുവാനുള്ള കാരണം അദ്ദേഹം അതിൻ്റെ പ്രാരംഭത്തിൽ എഴുതുന്നുണ്ട്. റോമിൽ അദ്ദേഹത്തെ സന്ദർശിക്കുവാനെത്തിയ ഒരു സ്ത്രീ ചോദിച്ചു, അച്ഛൻ എന്തുകൊണ്ടാണ് ഇത്രയധികം സന്തോഷം അനുഭവിക്കുന്നത്? വൈ ഡു യു ലുക്ക് സോ ഹാപ്പി? എന്തുകൊണ്ട് അങ്ങ് ഏറെ സന്തോഷവാനായി ഇരിക്കുന്നു? ഈ ഒരു ചോദ്യമാണ് ഈ ഒരു പുസ്തകം ദ ഫെയ്ത്ത് ക്യാൻ ഗിവ് അസ് വിങ്സ്, ദി ആർട്ട് ഓഫ് ലെറ്റിംഗ് ഗോ എന്ന പുസ്തകം എഴുതുവാൻ ഇടയായത് എന്ന് അദ്ദേഹം വിവരിക്കുന്നുണ്ട്. ജീവിതത്തിൽ യഥാർത്ഥ ആനന്ദം ലഭിക്കണമെങ്കിൽ പല കാര്യങ്ങളും നാം ഇങ്ങനെ വിട്ടുകളയണം, ഉപേക്ഷിക്കണം. നമ്മുടെ അഹംഭാവം ഉൾപ്പെടെ, സംശയങ്ങൾ ഉൾപ്പെടെ പല കാര്യങ്ങളും. അങ്ങനെ ജീവിക്കുവാൻ തുടങ്ങുമ്പോൾ തീർച്ചയായും ജീവിതത്തിൽ ആശ്വാസവും അനുഗ്രഹവും ഉണ്ടാകും. എല്ലാറ്റിൻ്റെയും അടിസ്ഥാനമായി ദൈവത്തിൽ ഉള്ള അടിയുറച്ച വിശ്വാസം, ഇതാണ് നമ്മുടെ ജീവിതത്തെ ശക്തിപ്പെടുത്തുക, കെട്ടിപ്പടുക്കുക. ഈ പുസ്തകത്തിൻ്റെ 12-ാം പേജിൽ അദ്ദേഹം എഴുതുന്നു, മൈ ഓർഡിനറി ലൈഫ് ceases to be ordinary when I realize that God participates in shaping it and does not desire that I remain unchanged. അതായത് എൻ്റെ ഈ സാധാരണ ജീവിതത്തിലേക്ക് ഊടും പാവും നെയ്യുന്നത് ദൈവമാണ് എന്ന് ഞാൻ തിരിച്ചറിയുമ്പോൾ എൻ്റെ ഈ ഒരു സാധാരണ ജീവിതത്തിൽ നിന്നും മാറിക്കൊണ്ട് എൻ്റെ ജീവിതം കൂടുതൽ ഉന്നതി, ആനന്ദത്തിൻ്റെ അനുഭവിക്കുവാൻ തുടങ്ങും എന്നാണ് വിവരിക്കുക. അങ്ങനെ സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മെ കൈപിടിച്ച് നടത്തുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം ജീവിതത്തെ തന്നെ പാടെ മാറ്റിമറിക്കും എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. അദ്ദേഹം ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിലെ ധൂർത്തപുത്രൻ്റെ ഉപമയുടെ വ്യാഖ്യാനം ഈ പുസ്തകത്തിൽ കൊടുക്കുന്നുണ്ട്. ധൂർത്തപുത്രൻ്റെ പിതാവ് തൻ്റെ മകൻ്റെ ഇംഗിതമനുസരിച്ച് അനുവദിച്ചു കൊടുക്കുന്ന പിതാവാണ്. സ്വാതന്ത്ര്യത്തോടുകൂടെ തൻ്റെ സ്വത്തിൻ്റെ ഭാഗം മകൻ ആവശ്യപ്പെടുമ്പോൾ വിഭജിച്ചു കൊടുത്ത് അയക്കുന്ന പിതാവ്. ഒന്നും ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഇരിക്കുവാൻ ആ പിതാവിന് ആഗ്രഹമില്ല. മറ്റുള്ളവരെ സ്വാതന്ത്ര്യത്തിലേക്ക് വിടുക. പക്ഷെ അതേ സമയത്ത് തന്നെ മകനു വേണ്ടി താല്പര്യത്തോടെ, കരുതലോടെ, ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആ പിതാവും. ഇപ്രകാരം മറ്റുള്ളവരോട് പരിഗണനയും കരുതലും ഉള്ള വ്യക്തികൾക്കാണ് എന്നും ആത്മീയ ആനന്ദം ഉണ്ടാകുക. മകൻ തിരിച്ചു വരുമ്പോൾ ആലിംഗനം ചെയ്ത് ഓടിച്ചെന്ന് സ്വീകരിക്കുന്ന പിതാവിനെയാണ് ഈ ഉപമയിൽ കാണുക. അങ്ങനെ മറ്റുള്ളവർ അവരായിരിക്കുന്ന അവസ്ഥയിൽ അവരംഗീകരിക്കുകയും സ്വീകരിക്കുകയും അവരെ സ്വന്തമായി പരിഗണിക്കുകയും ചെയ്യുമ്പോൾ അങ്ങനെയുള്ള ജീവിതത്തിന് എന്നും ആശ്വാസമുണ്ട്, അനുഗ്രഹമുണ്ട്. മൂത്ത സഹോദരൻ, മൂത്ത മകൻ ഇങ്ങനെ പിണങ്ങി അകന്നു നിൽക്കുമ്പോൾ ആ മകനെയും അനുനയിപ്പിച്ചുകൊണ്ട് ആ മകനെയും ഈ ആനന്ദത്തിൻ്റെ അവസ്ഥയിലേക്ക് കൊണ്ടുവരുവാൻ പരിശ്രമിക്കുന്നു. അങ്ങനെ എല്ലാവരെയും ഒരു സ്നേഹ വലയത്തിൽ സ്വീകരിക്കുകയും അതേസമയം തന്നെ ഓരോരുത്തർക്കും അവരറിയിക്കുന്ന സ്വാതന്ത്ര്യം കൊടുക്കുകയും അവർ അഥവാ തെറ്റിപ്പോയെങ്കിലും ഏതെങ്കിലും വിധത്തിലുള്ള പോരായ്മകളും ബലഹീനതകളും അവരുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിലും അതിനെപ്പറ്റി മനസ്തപിച്ച് അനുതപിച്ച് തിരികെ വരുമ്പോൾ ആലിംഗനം ചെയ്ത് വീണ്ടും സ്വീകരിക്കുക.
ഇതാണ് ദി ആർട്ട് ഓഫ് ലെറ്റിംഗ് ഗോ. ആ പിതാവിനെ പോലെ മറ്റുള്ളവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുക, എന്നാൽ മറ്റുള്ളവർ അവരായിരിക്കുന്ന വിധത്തിൽ സ്വീകരിക്കുക, അവരോട് എന്നും കരുതലും സ്നേഹവും പ്രതിപത്തിയും ഉള്ളിൽ കാത്തു സൂക്ഷിക്കുക. ഈ പുസ്തകത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് വിവരിക്കുക, പ്രഥമവും പ്രധാനവുമായി നാം ആയിരിക്കുന്ന ആ അവസ്ഥയെ അംഗീകരിക്കുകയും നമ്മുടെ തന്നെ ജീവിതത്തിൻ്റെ പോരായ്മകളെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുമ്പോഴാണ് നമുക്ക് ജീവിതം കൂടുതൽ ആനന്ദപ്രദമായി മാറുക. പോരായ്മകളുണ്ടാകാം, കുറവുകളുണ്ടാകാം, എങ്കിലും ആ കുറവുകളെല്ലാം പരിഗണിക്കാതെ അവ ആയിരിക്കുന്ന വിധത്തിൽ അംഗീകരിക്കുകയും അത് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ആ ദൈവത്തിൽ നിന്ന് കൃപയും കരുത്തും ആശ്വാസവും കണ്ടെത്താനാകുമോ? ഇദ്ദേഹം ഒരു ബെനഡിക്റ്റൈൻ സന്യാസിയാണ്. ആ വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ ദ റൂൾ ഓഫ് സെയിൻറ്റ് ബെനഡിക്റ്റ് അതിൻ്റെ 64-ാമത്തെ ചാപ്റ്ററിൽ 16-ാമത്തെ ഖണ്ഡിക അദ്ദേഹം ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, പ്രത്യേകിച്ച് ഒരു ആബട്ട്, ഒരു സന്യാസ സഭയുടെ അധിപൻ എപ്രകാരമായിരിക്കണമെന്ന് വിശുദ്ധ ബെനഡിക്റ്റ് എഴുതിയിരിക്കുന്നത് ഈ റൂൾ ബുക്കിൽ നിന്നും ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു, ഹീ ഈസ് നോട്ട് ടു ബി ടർബുലൻറ്റ്. ആ മനുഷ്യൻ ഇങ്ങനെ അസ്വസ്ഥനായിരിക്കാൻ പാടില്ല. ഹീ ഷുഡ് നോട്ട് ബി ആങ്ഷ്യസ്, എപ്പോഴും ഇങ്ങനെ ഉത്കണ്ഠാകുലനാകാൻ പാടില്ല. നോർ എക്സസീവ്, ഒന്നിനെപ്പറ്റിയും അങ്ങേയറ്റത്തെ വിധത്തിലുള്ള ഒരു വിധി തീർപ്പ് നടത്തുന്ന വ്യക്തി ആകാൻ പാടില്ല. ആൻഡ് സ്റ്റബേൺ, ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത് അതിനെ നിന്നും മാറ്റിയെടുക്കുവാൻ പറ്റാത്ത വിധത്തിലുള്ളൊരു ഉറച്ച കട്ടിയുള്ള ഹൃദയവും മാറ്റാൻ പറ്റാത്ത തീരുമാനമുള്ള മനുഷ്യനാകരുത്. നോട്ട് ജെലസ്, അസൂയാലുവാകരുത്. ആൻഡ് ഓവർ സസ്പീഷ്യസ്, മറ്റുള്ളവരെ പറ്റി എപ്പോഴും ഇങ്ങനെ സംശയ രോഗത്തോടുകൂടെ അല്ലെങ്കിൽ സംശയം ദൃഷ്ടിയോടുകൂടെ നോക്കുന്ന വ്യക്തിയും ആകാൻ പാടില്ല. ഫോർ ദെൻ ഹീ ഈസ് നെവർ അറ്റ് റെസ്റ്റ്. അങ്ങനെയാണെങ്കിൽ ഇപ്രകാരം ആകാംക്ഷയും മറ്റുള്ളവരെ പറ്റി സംശയവും മറ്റുള്ളവരെ പറ്റി എപ്പോഴും അസൂയയുമൊക്കെ കരുതുന്ന വ്യക്തികൾക്ക് ഒരിക്കലും തങ്ങളുടെ ജീവിതത്തിൽ ഈ അസ്വസ്ഥതകൾ അകറ്റിയ നിമിഷമുണ്ടാവില്ല. ഇതാണ് ദി ആർട്ട് ഓഫ് ലെറ്റിംഗ് ഗോ എന്ന പുസ്തകത്തിൽ ഈ ബെനഡിക്റ്റിൻ്റെ നിയമം വിവരിച്ചുകൊണ്ട് നോട്ട്കർ വുൾഫ് വിവരിക്കുക. അദ്ദേഹം തുടർന്നും പറയുന്നു, ദ ഫ്രീയിങ് പവർ ഓഫ് ഫൊർഗീവ്നെസ്. മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ തുടങ്ങിയാൽ നമുക്ക് വിമോചനത്തിൻ്റെ ഒരു വലിയ അനുഭവം, ശക്തി ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. ആൻഡ് ഓപ്പൺ വൂണ്ട് മേക്സ് ഇറ്റ് ഇമ്പോസിബിൾ ടു മൂവ് ഫോർവേഡ്. മനസ്സിലിങ്ങനെ മുറിവും മറ്റുള്ളവരോടുള്ള പകയും കാത്തു സൂക്ഷിച്ചാൽ നമുക്ക് മുന്നോട്ട് പോകാനാവില്ല. ഈച്ച് ഓഫ് us can influence our own psychological well-being, though I am sometimes told that I am cruel when I offer this advice. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലുള്ള പോരായ്മകളുണ്ടെങ്കിൽ പോലും അവയെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. We must learn to let it go so that we can see our way straight and move forward. പലപ്പോഴും ജീവിതത്തിൽ പല കാര്യങ്ങളും ഉപേക്ഷിച്ച് അസ്വസ്ഥതകൾ അകറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ, കാര്യങ്ങൾ കൃത്യമായി കാണുവാനുള്ള സാധ്യത നമുക്ക് ഏറുന്നു. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 31 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്ന പത്രോസ് അപ്പോസ്തലൻ യേശുവിനെ കാണുമ്പോൾ ആ ധൈര്യം സംഭരിച്ച് പടവിൽ നിന്നും ജലത്തിൻ്റെ ഉപരിതലത്തിലേക്ക് ചാടുകയും എന്നാൽ സംശയമുണ്ടായപ്പോൾ സാവധാനം താഴുകയും ചെയ്യുന്ന ആ വിവരണം ഈ ആർട്ട് ഓഫ് ലെറ്റിംഗ് ഗോ എന്ന പുസ്തകത്തിൽ കൊടുക്കുന്നുണ്ട്. പക്ഷേ എപ്പോഴും തൻ്റെ കൂടെ തന്നെ താങ്ങുവാൻ, തന്നെ സംരക്ഷിക്കുവാൻ
നാഥൻ്റെ സാന്നിധ്യം ഉണ്ട് എന്ന് തിരിച്ചറിയുമ്പോൾ ഇതായിരിക്കണം നമ്മുടെയും ജീവിതത്തിലുള്ള ശക്തി. ഇദ്ദേഹം പറയുന്നു, വിത്ത് ഗോഡ് ബിഹൈൻഡ് അസ് വി ക്യാൻ ഗീവ് അവർ സെൽവ്സ് ടു എവറി അഡ്വെഞ്ചർ ദാറ്റ് ലൈഫ് ഓഫേഴ്സ്. ദൈവം നമ്മോട് കൂടെയുണ്ടെങ്കിൽ, കർത്താവിൻ്റെ കാരുണ്യം നിറഞ്ഞ പരിപാലനയുടെ കരം നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ തീർച്ചയായും ജീവിതത്തിൻ്റെ ഏത് വെല്ലുവിളികളും സന്തോഷത്തോടു കൂടെ നമുക്ക് നേരിടാനാകും. ഇസ്യാസ് പ്രവാചകൻ്റെ പുസ്തകം 40-ാം അധ്യായം 31 മുതലുള്ള വാക്യങ്ങൾ നോട്ട്കർ വിവരിച്ച് വ്യാഖ്യാനിക്കുന്നുണ്ട്. ചെറുപ്പക്കാർ ശക്തിയറ്റ് വീഴാം, എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് ഉയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയില്ല. അങ്ങനെ ദൈവത്തിൻ്റെ സന്തത സാന്നിധ്യം, ആശ്വാസം തരുന്ന സാമീപ്യം നമ്മോടൊപ്പമുണ്ടെങ്കിൽ നാം തളരുകയില്ല. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് ഉയരും. ഇതാണ് നമ്മുടെയും ജീവിതത്തിൽ ഏറ്റവും ആവശ്യമായത്. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുടെയും പ്രശ്നങ്ങളുടെയും അവസരത്തിൽ, ജീവിതത്തിൽ ഇങ്ങനെ അഹംഭാവവും സ്വാർത്ഥ താല്പര്യങ്ങളും നിറയുമ്പോൾ അതിൽ നിന്നെല്ലാം ഉയർന്ന് അസ്വസ്ഥതകൾ നൽകുന്ന കാര്യങ്ങളെ ഉപേക്ഷിച്ച് വിശ്വാസത്തിൻ്റെ ചിറകുകളിൽ ഉയരുവാൻ സാധിച്ചാൽ ജീവിതം അനുഗ്രഹപ്രദമായി എന്നും ആനന്ദദായകമായി മാറും. അതാണ് ഈ ദി ആർട്ട് ഓഫ് ലെറ്റിംഗ് ഗോ എന്ന പുസ്തകത്തിൽ പറയുക. അദ്ദേഹം സമാപിപ്പിക്കുന്ന വാക്യം ഇതാണ്, വി നെവർ ഫ്ലൈ എലോൺ. നാം എല്ലാവരും ഒരിക്കലും ഒറ്റക്കല്ല പറക്കുക. ദൈവത്തിൻ്റെ കൃപ ജീവിതത്തിലേക്ക് വരുമ്പോൾ, അവിടുത്തെ കരുത്ത് ജീവിതത്തിൽ അനുഭവിക്കുമ്പോൾ, ആ വിശ്വാസത്തിൽ സർവ്വതും സമ്പൂർണ്ണമായി സമർപ്പിക്കുമ്പോൾ നമുക്ക് പറന്നുയരാനാകും, എന്നും ആ ആനന്ദം അനുഭവിക്കാനാകും. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് പകരുന്ന ആ സ്വാതന്ത്ര്യം, സ്നേഹം, അനുഗ്രഹം അതെന്നും അനുഭവിക്കുവാനും അതേ സമയത്ത് തന്നെ ധൂർത്തപുത്രനെ പോലെ അങ്ങയുടെ ആ സ്നേഹവലയത്തിൽ നിന്ന് അകന്നു പോകുമ്പോഴും ഞങ്ങളെ തിരിച്ച് വരുവാൻ പ്രചോദിപ്പിക്കുകയും അങ്ങനെ അങ്ങയുടെ സ്നേഹത്തിലേക്ക് വീണ്ടും തിരികെ എത്തുമ്പോൾ ഞങ്ങളെ ആലിംഗനം ചെയ്ത് സ്വീകരിച്ച് അനുഗ്രഹിക്കുകയും ചെയ്യുന്നുവല്ലോ. ഞങ്ങളൊരിക്കലും ഒറ്റക്കല്ല. ഞങ്ങളുടെ ജീവിതമെന്നും അങ്ങാകുന്ന ആ വിലപിടിപ്പുള്ള അമൂല്യമായ മുത്ത് സ്വന്തമാക്കി ജീവിക്കുവാൻ, അങ്ങാകുന്ന ആ നിധി കണ്ടെത്തിക്കൊണ്ട് അത് ഞങ്ങളെ സ്വന്തമാക്കുവാൻ ഞങ്ങൾക്ക് വരമേകണമേ. അങ്ങനെ ഞങ്ങളുടെ ജീവിതമെന്നും അനുഗ്രഹദായകമായി തീരാൻ വരമേകണമേ. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ പല കാര്യങ്ങളും നാം ഉപേക്ഷിക്കേണ്ടതുണ്ട്. ജീവിതത്തിന് അസ്വസ്ഥത നൽകുന്ന കാര്യങ്ങൾ, മറ്റുള്ളവർക്ക് വെറുപ്പും പകയും പരിഭവവും കൊടുക്കുന്ന കാര്യങ്ങൾ, അവയെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം കൂടുതൽ സമ്പന്നമാക്കുവാൻ പരിശ്രമിക്കാം. ദൈവം നമ്മുടെ ജീവിതത്തെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.